താഴെ എക്സോസ്റ്റ് ടിപ്പ് കൊടുത്ത് ഡബിൾ എക്സോസ്റ്റ് ടിപ്പൊക്കെ കൊടുത്ത് അതൊരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കണം. ഒരു ഹോട്ട് ഹാച്ച് ബാക്ക് ഫീൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഡിഫ്യൂസർ പോർഷൻ കൊടുത്തത് മാത്രമല്ല താഴെ നമുക്ക് റെഡ് ഇൻസേർട്ട് കാണാൻ സാധിക്കും. അതും ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഇൻസേർട്ട് കാണാൻ തന്നെ ഒരു സ്റ്റിച്ചിങ് ഉണ്ടോ നമുക്ക് സ്റ്റിയറിംഗ് വീല് കാണാൻ സാധിക്കും. സെൻട്രൽ കൺസോൾ നമ്മൾ നേരെ ഹെഡ് ലാംപ്സ് ഒക്കെയാണ്. പ്രൊജക്ടർ LED ലാംപ്സ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തുള്ളത്. ഡയറക്ടർ കണ്ടില്ലാകുമ്പോൾ ഹ്യുണ്ടായി വാഹനം നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പുതിയൊരു മോഡലാണ് ഹ്യുണ്ടായി i20 അറിയിട്ട് കുറേ കാലമായി. പക്ഷേ i20 N-Line പെർഫോമൻസ് വേരിയൻ്റ് നമ്മൾ കൂടെ എന്നുള്ളത് അപ്പം നോക്കാൻ പറ്റുന്ന ഒരുപാട് എലമെൻ്റ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും റെഡ് എലമെൻ്റ് ഒരു പെർഫോമൻസ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വേരിയൻ്റ് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത് ജസ്റ്റ് നോക്കിയിട്ട് വരാം. പലർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ i20 N-Line ഈ കിടക്കുന്നതാണ്. കാരണം നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിലായാലും സൈഡിലായാലും റെഡ് ഇൻസേർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് ഒരു സ്പോർട്ടി ഫീലുള്ള ഒരു വണ്ടിയാണ്. അത് മാത്രം ഒരു പെർഫോമൻസിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് എലിമെൻറ്റ്സ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ തന്നെ ഹ്യുണ്ടായിൽ വലിയൊരു ലോഗോ കൊടുത്തിട്ട് ഒരു 3D ലോഗോയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. പിന്നെ ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഗിറിൽ യൂണിറ്റും ഈ വാഹനത്തിൽ കാണാം. അത് മാത്രമല്ല N-Line ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര അട്രാക്ഷൻ ഫ്രണ്ട് പ്രൊഫൈലാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല റെഡ് ഇൻസേർട്ട് താഴെയും കൊടുത്തിട്ടുണ്ട്. ഒരു ബമ്പറിൻ്റെ ഭാഗത്ത് ഒരു ലിപ്പ് പോലെ അവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഹെഡ് ലാംപ്സ് ഒക്കെയാണ്. പ്രൊജക്ടർ LED ലാംപ്സ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡയറക്ടർ കണ്ടില്ലാകുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും അതിൽ കാണാൻ സാധിക്കും. നേരെ താഴെ നമുക്കൊരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതും പ്രൊജക്ടർ ഫോഗ് ലാംപ്സിന് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഒരു ഹൗസിംഗ് ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന രീതിയാണ് ആ ഒരു ഹൗസിങ്ങും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വന്നുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഒരുപാട് കറക്റ്റ് ലൈൻസ് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെയും എല്ലായിടത്തും നമുക്കൊരു കറക്റ്റ് ലൈൻസ് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരെ സൈഡിലോട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഇതാണ് ഇതിലൊരു സൈഡ് പ്രൊഫൈൽ വന്നുള്ളത്. ഒരു ഹോട്ട് ഹാച്ച് ബാക്കിന് വിൽക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഹ്യുണ്ടായുടെ i20 N-Line വന്നുള്ളത്. 16 ഇഞ്ചാണ് ഇതിൻ്റെ അലോയ് സൈസ് വന്നുള്ളത്. 4 സ്പോക്ക് ഡോൾട്ടൺ കളറിലാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് റെഡ് ഇൻസേർട്ട് കാണാൻ സാധിക്കും. ആ ഒരു കാലിപ്പേഴ്സും റെഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്പോർട്ടി ഫീൽ എന്നൊക്കെ രീതിയിലാണ് അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ N-Line ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വീൽ ആർച്ചസ് കാണാൻ സാധിക്കും. സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്കൂപ്പ് രീതിയിലാണ് ആ ഒരു സൈഡ് വ്യൂ മിറർ ഡിസൈൻ ചെയ്തത്. കണ്ടോ, ഒരു സ്കൂപ്പായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഭാഗം ഡിസൈൻ ചെയ്തത്. അതിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല താഴെ നമുക്ക് റെഡ് ഇൻസേർട്ട് കാണാൻ സാധിക്കും. അതും ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഇൻസേർട്ട് കാണാൻ തന്നെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ബോഡി കളർ ഡോർ ഹാൻഡിൽ വന്നുള്ളത്. റിക്കോ സെൻസർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺ റൂഫും ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ ബാക്ക് പ്രൊഫൈലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓൾറെഡി ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. കണക്റ്റഡ് ആയ ടെയിൽ ലാംപ്സിന് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ കണക്റ്റഡ് അല്ല, സെൻറ്ററിൽ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ N-Line ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് സ്പ്ലിറ്റഡ് ടെയിൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ബോർഡിൽ കയറി നിൽക്കുന്ന രീതിയാണ് ടെയിൽ ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് i20 ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. N-Line ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പറയ്ക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെയും i20 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴെ എക്സോസ്റ്റ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ എക്സോസ്റ്റ് ടിപ്പൊക്കെ കൊടുത്ത് അതൊരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കണം. ഒരു ഹോട്ട് ഹാച്ച് ബാക്ക് ഫീൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഡിഫ്യൂസർ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഡിഫ്യൂസർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് റിഫ്ലക്ഷൻ വേണ്ടി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. സ്പെയർ വീല് ടൂക്കിറ്റ് കാലത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബോസിന് ബൂഫർ കൂടെ കൊടുത്തിട്ടുണ്ട്. നേരെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇൻറ്റീരിയർ നോക്കിയിട്ട് വരാം. നമുക്ക് ഈ ഇൻറ്റീരിയറെ കുറിച്ച് സംസാരിക്കാം. ഞാൻ പറയും ഇൻറ്റീരിയറെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇതാണ് കീ വന്നിട്ടുള്ളത്. ലോക്ക് അൺലോക്ക് ഹോൾഡ് ചെയ്ത ബൂട്ട് സ്പേസ് ഓപ്പൺ ആവുന്ന ബട്ടനും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നോർമൽ കീ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഹ്യുണ്ടായി ലോഗും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോർ പേഡിലും ഒരു എലമെൻറ്റ് കാണാൻ സാധിക്കും. റെഡ് എലമെൻറ്റ് സ്റ്റിച്ചിങ് അവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് റെഡ് എലമെൻറ്റ് കാണാൻ സാധിക്കും. സ്റ്റിച്ചിങ്ങിലും റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വാട്ടർ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതുതന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റും ഡോർ ലോക്ക് അൺലോക്ക് അവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻറ്റീരിയറെ കുറിച്ച് സംസാരിക്കുമ്പോൾ സീറ്റിൽ നമുക്ക് റെഡ് ഫിനിഷ് കാണാൻ സാധിക്കും. അവിടെ നമുക്കൊരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റിച്ചിങ് ഉണ്ടോ, നമുക്ക് സ്റ്റിയറിംഗ് വീല് കാണാൻ സാധിക്കും. സെൻട്രൽ കൺസോളും എല്ലായിടത്തും നമുക്ക് റെഡ് കാണാൻ സാധിക്കും. വേറെ പെഡൽസ് നോക്കുമ്പോൾ അതും ഒരു സ്പോർട്ടി ഫീലാണ് പെഡലും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് കയറി ഇരുന്ന് നോക്കുമ്പോൾ കയറി ഇരുന്നാലും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന ഒരു ഇന്റീരിയർ ഈ വാഹനത്തിനും കൊടുത്തിട്ടുള്ളത്. ഉള്ള സൗണ്ടിൽ തന്നെ കേൾക്കുന്നുണ്ടാവും. ജസ്റ്റ് കേൾപ്പിച്ചാൽ കണ്ടോ, ഒരു ബിൽഡ് ക്വാളിറ്റിയും അതിൽ നമുക്ക് അറിയാൻ സാധിക്കും. കണ്ടോ, ഇഗ്നിഷൻ ഫുള്ളി
ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ വേണ്ടിയാണ് വായതിന് കൊടുത്തിട്ടുള്ളത്. അതിന് മീഡിയ കൺട്രോൾ ചെയ്യാൻ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസിൻ്റെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ കൺട്രോൾസാണ് ഈ അതിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ. പിന്നെ ഇവിടെ നമുക്ക് റെഡ് ഫിനിഷ് കാണാൻ സാധിക്കും. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. AC കൺട്രോൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC വന്നിട്ടുള്ളത്. USB പോർട്ട്, ചാർജിങ് സോക്കറ്റ്, അതുപോലെ ഈ ഒരു C പോർട്ടും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് വന്നിട്ടുള്ളത്. ഫോൺ വെച്ചിട്ട് വയർലെസ് ചാർജ് ആവണത്. പിന്നെ അസലാമിന് വേണ്ട ഇനി നമ്മൾ ഇൻഫോടൈം സിസ്റ്റം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഇൻഫോടൈം സിസ്റ്റം ഈ വാതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളെ ബ്ലൂ ലിങ്ക് പോലത്തെ ഒരുപാട് കണക്ടിവിറ്റി ഇതിലുണ്ട്. ഫോണിനെ കട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ആക്കണതും ഏത് കാര്യങ്ങളും നമുക്ക് ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും. വണ്ടി സ്റ്റാർട്ടാണോ, നമുക്ക് എത്ര കിലോമീറ്റർ വണ്ടി പോകുന്നത്, എല്ലാതും നമുക്കിതിൽ അറിയാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഒരു ഫീച്ചർ ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നേരെ ഈ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഗിയർ ബോക്സ് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വന്നുള്ളത്. ഇത് ശരിക്കും ഒരു പെർഫോമൻസ് അറിയാം. മാനുവലാണ് കുറച്ചും കൂടി നല്ലത്. ഓട്ടോമാറ്റിക് എടുക്കുന്നത് കുറച്ചും കൂടി നല്ലത് മാനുവൽ എടുക്കണം. ഒരു എന്തൂസിയാസം നമുക്ക് മനസ്സിലാവും. പിന്നെ ഗിയർ നോബിൽ നമുക്കൊരു എൻലൈൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല സ്മൂത്തായുള്ള ഗിയർ ഷിഫ്റ്റിംഗ് വന്നത് കണ്ടോ. സ്മൂത്തായ രീതിയിലാണ് ഗിയർ ഷിഫ്റ്റിംഗ് വന്നത്. ഇവിടെയും നമുക്കൊരു റെഡ് സ്റ്റിച്ചിങ് ആണ് സാധിക്കും. ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത്രയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പറയുള്ളത്. സൺഗ്ലാസ് ഹോൾഡർ, പിന്നെ SOSൻ്റെ ബട്ടൺ, ബ്ലൂ ലിങ്ക്. നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ എവിടെയെങ്കിലും ലോക്ക് ആവുക എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് ഇത് തരും, കോണ്ടാക്ട് വരും. സൺഗ്ലാസ് ഹോൾഡർ, റീഡിങ് ലാമ്പ്, അതുപോലെ തന്നെ സൺ റൂഫ്. സിംഗിൾ പാൻ സൺ റൂഫാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇത് ഫുള്ള് ബ്ലാക്ക് തീമിൽ ഇന്റീരിയർ വന്നിട്ടുണ്ട്. ഫുള്ള് ബ്ലാക്ക് തീമിൽ ഇന്റീരിയർ വന്നത്. ഫ്രണ്ട് സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ വന്നിട്ടുണ്ട്. പാസഞ്ചറിൽ ഗ്ലൗ ബോക്സ് ഒക്കെ ആണ്. അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. AC വെന്റുകളും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹിഡൻ ആക്കിയിട്ടാണ് AC വെന്റുകൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു പോർഷനിൽ. ഇതിന്റെ സെക്കൻഡ് റോ ജസ്റ്റ് നോക്കിയിട്ട് വരാം. നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ള സെക്കൻഡ് റോയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഒത്തിരി നമുക്ക് ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. USB പോർട്ടും ഇവിടെ ഒരു ഫോണൊക്കെ ചാർജ് ഹോൾഡറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റെഡ് ഫിനിഷ് കാണാൻ സാധിക്കും. ബോസിന് സബ് വൂഫർ കാണാൻ സാധിക്കും. ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റാണ് കൊടുത്തുള്ളത്. തൈസപ്പോട്ടൊക്കെ അത്യാവശ്യം നല്ലുണ്ട്. നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം. പിന്നെ ഫുള്ള് ബ്ലാക്ക് തീമായി കാരണം സ്പോർട്ടി അപ്പിയറിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 1.1 ലിറ്റർ ടെർബോ ചാർജർ എഞ്ചിനാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 118 bhp പവറും 172 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ടർബോ എഞ്ചിൻ വന്നുള്ള GDI എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. മേളിൽ ഗിയർ ബോക്സ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ വണ്ടി തരുന്നതാണ്. അപ്പോൾ ഗൈസ് ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ നമ്മളെ i20 N-Line പെർഫോമൻസിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് കുറച്ച് ടൈമിന് കുറച്ച് പ്രശ്നമുണ്ട്. നമ്മൾ പെട്ടെന്ന് വന്ന കാരണം നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നോക്കാനും പറ്റിയില്ല, ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. അപ്പോൾ അറിയുന്ന കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ചെറിയൊരു ബ്രേക്ക്. ഇതിലും നല്ല വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ വരാം. ചെറിയൊരു ബ്രേക്ക്.